ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും ശക്തമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ടോപ്പിക്കാണ് ശബരിമലയിലെ സ്വർണ്ണ പാളി വിവാദവും ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സ്വർണം കട്ടത് ആരപ്പ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ശരിക്കും അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ശക്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ചോദ്യം വളരെ റെലവൻ്റാണ്. ശബരിമലയിലടക്കം ഇങ്ങനെ വലിയ ഒരു തട്ടിപ്പ് നടക്കുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് തന്നെ ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്നതാണല്ലോ. ഇപ്പോൾ ശബരിമലയിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്കും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പോലും അയ്യോ അവിടെ അത് നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണല്ലോ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുക. കാരണം അത്രത്തോളം പവിത്രമായിട്ട് ആളുകൾ കാണുന്ന ഇടങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ അവിടെ അത് നടന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു വൈക്കാരിയസ് ലയബിലിറ്റിയാണ് ആദ്യം നമ്മൾ നോക്കുക. ആർക്കാണ് അതിലൊരു ഉത്തരവാദിത്തം ഉള്ളത്? നേരിട്ട് കളവ് നടത്തുന്ന ആളുകളെ മാത്രമല്ലല്ലോ, അതിനൊത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ അതിൽ മോണിറ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്തെങ്കിലും വീഴ്ച വരുത്തുമ്പോൾ ആ വക സാഹചര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇതിൽ അറസ്റ്റിലായ ആൾക്കാരുടെ പേരും കൂടെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ, അതിന് മുമ്പിലത്തെ ചെയർമാൻ, അവരൊക്കെ CPM-ൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഘടനയും അതിൻ്റെ ഒരു നിയമന രീതിയും എല്ലാവർക്കും അറിയാലോ. അത് പ്യുവർലി പാർട്ടി നിയമനമാണ്. ഒരു പാർട്ടി ആണ് നിയമിക്കുക, ഭരണകക്ഷിയാണ് നിയമിക്കുക. അപ്പോൾ പാർട്ടിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളെ, പാർട്ടി താല്പര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കും എന്ന് അവർക്ക് ഉറപ്പുള്ള ആളുകളെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നിയോഗിക്കുക. അങ്ങനെ CPM-ൻ്റെ നോമിനീസായിട്ട് വന്ന ആളുകളാണ്. അതിലൊരാൾ മുൻ CPM MLA കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ അവരുടെ കാലത്താണ് ഇത് നടന്നത് എന്ന് കാണുമ്പോൾ ഒരു പാർട്ടി സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എന്താ? ഞങ്ങൾ ഇയാളെ മാറ്റി നിർത്തുന്നു, ഞങ്ങൾക്ക് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ പങ്കില്ല, ഞങ്ങൾ അതിൽ നിന്ന് സ്വയം ഡിസ്റ്റൻസ് ചെയ്യാണ്, അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ടേ? പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെ CPM അത് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അറസ്റ്റിലായി ഒരുപാട് ദിവസം, 100 ദിവസത്തിലേറെ ജയിലിൽ കിടന്ന് അവസാനം കുറ്റപത്രം സമർപ്പിക്കാതെയാണ് അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. അതുപോലും അവർക്ക് ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണല്ലോ. അതാണ് ഞങ്ങൾ SITക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. SIT ആണ്, ശരിയാണ്, കോടതിയുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് വെപ്പ് എങ്കിൽ പോലും അതിൻ്റെ മേൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരികയാണ്. കാരണം ആ നിലയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഡിലേ വരുന്നു, ആ പഴുതുപയോഗിച്ചുകൊണ്ട് ഈ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോരുന്നു. അതിൻ്റെ ഓരോ ഘട്ടത്തിലും പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ന്യായീകരിക്കുന്നു. അതുകൂടിയുണ്ട്. ഇവർ ചെയ്ത കുറ്റം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് CPM നിലപാട്. ഔദ്യോഗികമായിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും ഒക്കെ പറയുന്ന കാര്യമാണ്. അവർ ആണ് കുറ്റം ചെയ്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ CPM-ൻ്റെ ബോധ്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്. അങ്ങനെയല്ലല്ലോ. ആരോപണ വിധേയമാകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ, സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക, അവർക്ക് ഞങ്ങളുടെ സംരക്ഷണം ഇല്ല എന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക, അത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കിതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടതായിട്ട് വരുന്നത്.